ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് റിവേഴ്സൽ എന്ന് പറയുന്ന ഒരു ഫിനോമിനെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ഈ പറയുന്ന ട്രാൻസിസ്റ്ററിന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സർക്യൂട്ടിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അപ്പൊ അത് തന്നെയാണ് നമ്മളുടെ ആധാരം. അപ്പൊ ഈ ഒരു ഫേസ് റിവേഴ്സൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നത് കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ മാത്രമാണ്. നമുക്ക് കോമൺ കളക്ടറും കോമൺ ബേസും കോൺഫിഗറേഷൻസ് ഉണ്ട്. പക്ഷെ ഇതിലൊന്നും കാണാത്ത സാധനമാണ് ഫേസ് റിവേഴ്സൽ. ഇത് വരുന്നത് ആകെ കോമൺ എമിറ്റർ കോൺഫിഗറേഷന് മാത്രമേ വരുള്ളൂ. അപ്പോൾ എന്താണ് ഫേസ് റിവേഴ്സൽ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തൊട്ട് മുന്നേ കണ്ട വീഡിയോയിലുള്ള പ്രാക്ടിക്കൽ സിംഗിൾ സ്റ്റേജ് കോമൺ എമിറ്റർ ആംപ്ലിഫയറിന്റെ സർക്യൂട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഇവിടെ ഉണ്ട്. ഇതിനകത്ത് നമ്മൾ നേരത്തെ കണ്ട പോലെ ഓരോ സർക്യൂട്ട് ബയാസിങ് പാർട്ടുകളുണ്ട്, പിന്നെ കപ്പാസിറ്റേഴ്സ് ഒക്കെ ഉണ്ട്. ഇവരുടെയൊക്കെ ജോലി നമുക്ക് എന്താണെന്നറിയാം. അപ്പൊ ഇനി ഇതിനകത്ത് കറൻസും ഉണ്ട്. അപ്പൊ ഈ കറൻസ് എങ്ങനെയാണ്, AC കറണ്ട്, DC കറണ്ട്, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇതിനകത്തൊരു പ്രത്യേകതയുണ്ട്. വേറൊന്നുമല്ല, നമ്മൾ ഇവിടെ ഇൻപുട്ട് സിഗ്നൽ കൊടുത്താൽ അത് ആംപ്ലിഫൈ ചെയ്തിട്ട് വലിയൊരു വോൾട്ടേജ് ഉള്ള ഔട്ട്പുട്ട് സിഗ്നലായിട്ട് നമുക്ക് ഇപ്പുറത്ത് കിട്ടും. അതാണ് നമ്മുടെ ഉദ്ദേശം. പക്ഷേ അങ്ങനെ കിട്ടുമ്പോൾ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈൻ വേവ് നമ്മൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് നേരെ തലതിരിഞ്ഞായിരിക്കും ഇപ്പുറത്തേക്ക് വരിക, ഔട്ട്പുട്ടിൽ വരിക. അപ്പൊ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഡിസ്കഷൻ. എന്താണ് ഇങ്ങനെ തലതിരിഞ്ഞ് വരുന്നതിന്റെ ഭവിഷ്യത്തുകൾ എന്താണ്, അതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ, അല്ലെങ്കിൽ അതുകൊണ്ട് അതിനെ നമുക്ക് എന്തെങ്കിലും രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയാണ് തലതിരിയണം എന്നുള്ളതിനെ കുറിച്ചാണ് ഇപ്പൊ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതിന് നമുക്ക് ഈ ഒരു ഭാഗത്തുള്ള നമ്മളുടെ കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ നമുക്കൊന്ന് ഉപയോഗിച്ച് നോക്കണം. അപ്പൊ അതിൽ നമ്മളിവിടെ കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആ കാണുന്ന ഇക്വേഷൻ ആണ് ഈ കാണുന്നത്. VCC = VCE + ICRC എന്ന് പറയുന്നതാണ് നമ്മളുടെ കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് എങ്ങനെയാണ് ഈ ഒരു ഇക്വേഷൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സോഴ്സ് എന്ന് പറയുന്നത് VCC ആണ്. ആ സോഴ്സ് നമ്മൾ ഇവിടെ ഈ ഒരു ലൂപ്പിൽ ഇങ്ങനെയാണ് ലൂപ്പ് കൺസിഡർ ചെയ്യേണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ AC കറണ്ടിനെയാണ് ഇവിടെ കൺസിഡർ ചെയ്തേക്കുന്നത്. IC എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ IC എടുത്തേക്കുന്നത്. അതുപോലെ VCE എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ VC ആണ്. അപ്പൊ V ആണ്. അപ്പൊ അത് എന്തുകൊണ്ടാണ് അങ്ങനെ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഔട്ട്പുട്ട് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് AC സിഗ്നലിന്റെ കണക്കായിട്ടുള്ളതല്ലേ. അപ്പൊ അതാണ് നമ്മൾ ഇത് ഇങ്ങനെ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ AC ഔട്ട്പുട്ട് സിഗ്നലിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മളുടെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. അപ്പൊ അതുകൊണ്ട് നമ്മൾ DC സിഗ്നലിനെ നമ്മൾ നോക്കുന്നില്ല. ക്യാപിറ്റൽ ICയും ക്യാപിറ്റൽ IEയും ഒക്കെ എങ്ങനെയാണ് അങ്ങനെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഈ AC സിഗ്നൽസിനെ നമ്മളൊന്ന് അനലൈസ് ചെയ്യണം. അപ്പൊ അതിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു കപ്പാസിറ്റർ ഉള്ളത് കൊണ്ട് ഈ റെസിസ്റ്റൻസിന്റെ എഫക്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്കറിയാം ഈ എമിറ്റർ കറണ്ട് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഈക്വൽ ടു കളക്ടർ കറണ്ട് ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ ഉള്ള ഡ്രോപ്പിന് ഈ എമിറ്റർ കറണ്ടിനെ IE എന്നുള്ള സ്മോൾ ലെറ്റർ IE നമുക്ക് സ്മോൾ ലെറ്റർ IC തന്നെ എടുക്കാം. സ്റ്റിൽ ആ പറയുന്ന ആ കറണ്ട് ഇതിലൂടെ ഒഴുകി അങ്ങ് പോവുകയാണ്. അതായത് യാതൊരു വിധ ഒപ്പോസിഷന് ഫീൽ ചെയ്യാണ്ട് സുഖമായിട്ട് ഇങ്ങനെ ഒഴുകി പോകണം. അപ്പൊ ഇവിടെ ഒരു ഡ്രോപ്പ് AC സിഗ്നലിന് അനുഭവവേദ്യമല്ല. ഇവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് അതിനുണ്ടാവൂല. അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് പ്ലസ് ഇവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് ഈക്വൽ ടു ഇവിടുത്തെ വോൾട്ടേജ്, അങ്ങനെ നമുക്ക് എഴുതാം. ആ ഒരു ഇക്വേഷൻ ആണ് ഈ കാണുന്നത്. അപ്പോൾ VCC = VCE ഇവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് പ്ലസ് ICRC അതായത് ഇവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ്. അപ്പൊ അങ്ങനെ നമുക്ക് രണ്ടും കൂടി സം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ടോട്ടൽ വോൾട്ടേജ് എത്ര എന്നുള്ളത് കിട്ടും. അപ്പൊ ഇതില് ഈ ഒരു ഇക്വേഷൻ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് നോക്കാം. അപ്പൊ റീഅറേഞ്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഈ VCE എന്ന് പറയുന്ന സാധനം VC = VCC - ICRC എന്ന് എഴുതാൻ പറ്റും. ഇതിനകത്ത് ഈ പച്ച കളറിൽ കാണിച്ചിട്ടുള്ള സംഭവങ്ങൾ അത് രണ്ടും കോൺസ്റ്റൻസ് ആണ്, അല്ലെ. ഒരു സർക്യൂട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത് കടയിൽ നിന്ന് വിറ്റ് കഴിഞ്ഞാൽ, ഒരു ആംപ്ലിഫയർ വിറ്റാൽ അതിനുള്ള VCC ഒക്കെ അവിടെ നമ്മൾ ഡിസൈനർ എന്തായാലും സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കറണ്ടിൽ കുത്തി കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്തോളൂ. അപ്പോൾ അത് ഇവിടെ സെറ്റാണ്. അപ്പൊ VCC എന്ന് പറഞ്ഞ സാധനം മാറാൻ പോണില്ല. പിന്നെ അതുപോലെ തന്നെ RC റെസിസ്റ്റർ നമ്മൾ ആരെങ്കിലും ആംപ്ലിഫയറിന്റെ മാറ്റോ ഇല്ല, അത് അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതും മാറുന്നില്ല. അപ്പൊ ഇവർ രണ്ടുപേരും ഒരു സർക്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം കോൺസ്റ്റൻസ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മറ്റേ ആൾക്കാരെ ഒന്ന് നോക്കിക്കേ, അത് മാറും. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻപുട്ടിൽ കൊടുക്കുന്ന സിഗ്നൽ അനുസരിച്ച് മാറാനുള്ളവരാണ്, മാറാൻ നിയോഗിക്കപ്പെട്ടവരാണ് VCEയും IC എന്ന് പറയുന്ന രണ്ട് പാരാമീറ്റേഴ്സ്. ഇവർ രണ്ടുപേരാണ് നമ്മളുടെ ട്രാൻസിസ്റ്ററിന്റെ ഔട്ട്പുട്ട് സ്റ്റേറ്റ് നിശ്ചയിക്കുന്ന ആൾക്കാർ, അല്ലെ. നമ്മുടെ ട്രാൻസിസ്റ്ററിന്റെ ഔട്ട്പുട്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് പോയിന്റ് ആണ്. ആ ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്താണ്? X ആക്സിസിൽ VCയും Y ആക്സിസിൽ ICയും കൂടി പ്ലോട്ട് ചെയ്താൽ ആ ഒരു ഗ്രാഫിലെ ഒരു പോയിന്റ് ആണ്, അല്ലെ. അത് കിടക്കുന്നത് ലോഡ് ലൈനിലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം.
അപ്പോൾ ആ വി സി ഐ സി ആണ് നമ്മുടെ ഇവിടുത്തെ വേരിയബിളുകൾ. അപ്പോൾ ഇവർ രണ്ടുപേരും എന്തായാലും ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷനെ മാനിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ഇതിൻ്റെ അകത്ത് ഐ സി എന്ന് പറയുന്ന വാല്യൂ കൂടിയാൽ എന്ത് സംഭവിക്കും? ഐ സി എന്ന് പറഞ്ഞ വാല്യൂ കൂടിയാൽ വി സി ഇക്ക് എന്ത് സംഭവിക്കും? വി സി ഇ കുറയണം അല്ലേ? കാരണം വി സി സി മൈനസ് ഐ സി ആർ സി അല്ലേ. അപ്പൊ ഇത് ഈ രണ്ടാമത്തെ ടേം കൂടിക്കഴിഞ്ഞാൽ മൊത്തം വാല്യൂ കുറയും. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഈ ഐ സിയും വി സിയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരെണ്ണം കൂടുമ്പോൾ മറ്റത് കുറയുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത് നമുക്ക് മനസ്സിലായി. അപ്പോൾ കളക്ടർ കറണ്ട് കൂടിക്കഴിഞ്ഞാൽ നമ്മളുടെ കളക്ടർ എമിറ്റർ വോൾട്ടേജ് കുറയും എന്നുള്ള കാര്യം ഇപ്പൊ നമുക്ക് ക്ലിയർ ആണ്. ഇനി നമുക്ക് അറിയാം, അതായത് കളക്ടർ കറണ്ട് ഈസ് ഈക്വൽ ടു ബീറ്റ ടൈംസ് ബേസ് കറന്റ് ആണെന്നുള്ള സത്യം. അപ്പൊ അത് നമ്മൾ ഇവിടെ ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പൊ എന്ത് സംഭവിക്കും? അപ്പൊ നമുക്ക് കാണാൻ പറ്റും ഈ ബീറ്റയൊക്കെ കോൺസ്റ്റന്റ് ആണ്. ട്രാൻസിസ്റ്ററിന്റെ ബീറ്റ മാറാൻ പോകുന്നില്ല, അത് അങ്ങനെ തന്നെ ഇരിക്കുക. നമ്മൾ ട്രാൻസിസ്റ്റർ മാറ്റിയാലേ ട്രാൻസിസ്റ്ററിന്റെ ബീറ്റ മാറുള്ളൂ. ഒരു ട്രാൻസിസ്റ്ററിന് എന്താണോ ബീറ്റ അത് അങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ നമുക്ക് ബീറ്റ അവിടെ ഉണ്ട്, ബീറ്റ കോൺസ്റ്റന്റ് ആണ്, ആർ സി കോൺസ്റ്റന്റ് ആണ്, വി സി സി കോൺസ്റ്റന്റ് ആണ്, വേരിയബിൾ ആയിട്ട് വി സിയും ഐ ബിയും മാത്രമാണ്. അപ്പൊ ബേസ് കറന്റ് മാറിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വി സി മാറും. എങ്ങനെ മാറും? ബേസ് കറന്റ് കൂടിയാൽ വി സി കുറയും. അപ്പൊ അവിടെ നമുക്കൊരു കാര്യം മനസ്സിലായി, ബേസ് കറന്റ് കൂടിയാൽ വി സി കുറയുന്നുണ്ട്, ബേസ് കറന്റ് കുറഞ്ഞാൽ വി സി കൂടുന്നുണ്ട്. അവർ തമ്മിൽ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക. അപ്പൊ അതങ്ങനെ. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ബേസ് കറന്റ് നമുക്ക് ഒന്ന് മോഡിഫൈ ചെയ്ത് വേണമെങ്കിൽ നമുക്ക് വി ഇൻ ബൈ ആർ ഇൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വിളിക്കാം. അതായത് ഈ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മുടെ ഈ ഇൻപുട്ട് സിഗ്നലിനെ സംബന്ധിച്ചിടത്തോളം ഇവിടേക്ക് ഒരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യും അല്ലെ? അത് ആ ഒരു ഇൻപുട്ട് സിഗ്നലിന് ഒരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യും. ആ റെസിസ്റ്റൻസിലേക്ക് ഒരു കറണ്ട് ഒഴുക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആയിരിക്കും അതിനുള്ളത്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വി ഇൻ ബൈ ആർ ഇൻ ഈസ് ഈക്വൽ ടു ബേസ് കറന്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. ഓക്കെ, അപ്പൊ ചെറിയ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാകും. ഇപ്പൊ ബേസ് കറണ്ട് കൃത്യം ഇങ്ങോട്ട് പോകുന്ന കറണ്ട് അല്ലേ, ഇങ്ങോട്ടേക്ക് പോകുന്ന കാര്യം നമ്മൾ പറയുന്നില്ല. എനിവേ ഇങ്ങോട്ടേക്ക് വരുന്ന കറണ്ട് എന്താണോ അത് കൂടുകയും കുറയുകയും ചെയ്യുന്നതനുസരിച്ചിട്ട് ഇവിടേക്കുള്ള കറണ്ടിന്റെ റേഷ്യോസ് കൂടുകയും കുറയുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിനെ അങ്ങനെ തന്നെ അങ്ങ് കൺസിഡർ ചെയ്യാം. നമുക്ക് ബേസ് കറണ്ട് വി ഇൻ ഈസ് ഈക്വൽ ഐ ബി ഈസ് ഈക്വൽ ടു വി ഇൻ ബൈ ആർ ഇൻ എന്ന് വേണമെങ്കിൽ എഴുതാം. അപ്പോ അങ്ങനെയാണെങ്കിൽ ആ ഒരു കാര്യം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐ ബിക്ക് വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് കിട്ടാൻ പോണം വി സി ഈസിക്കൽ വി സി സി മൈനസ് വി ഇൻ ഇൻറ്റു ബീറ്റ ആർ സി ബൈ ആർ ഇൻ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇക്വേഷൻ കിട്ടും. അപ്പൊ ഇതിനകത്ത് ഈ കാണുന്ന സാധനങ്ങളെല്ലാം തന്നെ എന്താണ്? നമ്മളുടെ കോൺസ്റ്റൻസ് ആണ്. ഈ കാണുന്നത് കോൺസ്റ്റന്റ് ആണ്. വി ഇന്നും വി സിയും മാത്രമായിട്ട് അവിടെ വെക്കും. അപ്പൊ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാവും. എന്താണ്? വി ഇൻ എങ്ങാനും കൂടിക്കഴിഞ്ഞാൽ വി സി കുറയും. അതായത് ഇൻപുട്ട് വോൾട്ടേജ് കൂടിയാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് കുറയും, ഇൻപുട്ട് വോൾട്ടേജ് കുറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് കൂടും. അതാണ് നമ്മളുടെ 180 ഡിഗ്രി ഫേസ് റിവേഴ്സൽ എന്ന് പറയുന്ന ഫിനോമിനൻ. അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ കൂടി വരുന്ന സിഗ്നൽ ആംപ്ലിഫൈ ചെയ്യാൻ കൊടുത്താൽ ഇങ്ങനെ വരുന്നൊരു സിഗ്നലായി തിരിഞ്ഞു വരും. അപ്പൊ ഇതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഇപ്പൊ നമ്മുടെ ഓഡിയോ സിഗ്നലൊക്കെയാണ് ആംപ്ലിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് ഒരു പ്രശ്നമില്ല. ഈ ഫേസ് റിവേഴ്സൽ എന്ന് പറഞ്ഞാൽ ഫേസ് ഒരു 180 ഡിഗ്രി ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. സിഗ്നൽ വോൾട്ടേജും ഔട്ട്പുട്ട് വോൾട്ടേജും തമ്മിൽ ഫേസിന് ഒരു ഷിഫ്റ്റ് ഉണ്ട്. അപ്പൊ ആ ഒരു ഫേസ് ഷിഫ്റ്റ് ആണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഒന്ന് ഫേസ് ഷിഫ്റ്റ് ചെയ്ത് കേൾക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദം കേൾക്കാന്ന് പറഞ്ഞാൽ നമ്മളൊന്നും അറിയാൻ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇതിന് ശബ്ദങ്ങളെ ആംപ്ലിഫൈ ചെയ്യുമ്പോൾ വലിയ പ്രസക്തിയൊന്നുമില്ല, വലിയ പ്രശ്നങ്ങളൊന്നും ഇയാൾ ഉണ്ടാക്കൂല. അപ്പൊ അതാണ് ഇതിനോടുള്ള ഒരു ഫാക്ട്. പിന്നെ വേറെ എവിടെയൊക്കെ ഉപയോഗിക്കാം? ഇതിന് കുറെ ഉപകാരങ്ങളുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓസിലേറ്റേഴ്സ് എന്ന് പറഞ്ഞ സാധനങ്ങൾ ഉണ്ടാക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആംപ്ലിഫയർ എന്ന് പറഞ്ഞ സംഭവത്തിൽ ഫീഡ്ബാക്ക് എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇതെല്ലാം നമ്മൾ അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് പഠിക്കും. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ ഇങ്ങനത്തെ ഫേസ് റിവേഴ്സിൽ ഉപകാരമായിട്ട് വരാറുണ്ട്. ഓസിലേറ്റേഴ്സ് ഒക്കെ ഡിസൈൻ ചെയ്യുന്ന നേരത്തൊക്കെ നമുക്കിത് ഉപകാരമായിട്ട് വരും. ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഒരു വേവിന് വരുത്തണം എന്നുണ്ടെങ്കിൽ നമുക്കിത് ഈ പരിപാടി ചെയ്താൽ മതി. 180 ഡിഗ്രി ഫേസ്, ചില കേസുകളിൽ അങ്ങനെ ഫേസ് ഷിഫ്റ്റഡ് വേവും ഒരു വേവും കൂടി ചേർന്നിട്ടുള്ള പല പരിപാടികൾ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ നമുക്കൊരു വേവ് വേണം, അതിന്റെ ഫേസ് ഷിഫ്റ്റ് വേർഷനും കൂടി വേണമെങ്കിൽ ഒരെണ്ണം ഇതിലേക്ക് കൂടി കടത്തി വിട്ടാൽ മതി. അപ്പൊ നമുക്ക് അപ്പുറത്ത് ഫേസ് ഷിഫ്റ്റ് ചെയ്ത് വരും. മാത്രമല്ല അതിന് ഗെയിൻ വേണമെങ്കിൽ നമുക്ക് ഇവിടെ വോൾട്ടേജ് ഗെയിൻ, ഇവിടുത്തെ ബയാസിംഗ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കൊരു ഗെയിനും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ രണ്ട് എന്താണ് ഒരു ഫേസ് ഷിഫ്റ്റഡ് വേവ് ഫോമിനെയൊക്കെ ജനറേറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഈ സർക്യൂട്ടിനെ ഉപയോഗിക്കാം.
അപ്പോൾ ഇതാണ് ഇതിന്റെ എസെൻസ്, അതായത് ദ ഫേസ് ഡിഫറൻസ് ഓഫ് 180 ഡിഗ്രി ബിറ്റ്വീൻ ദ സിഗ്നൽ വോൾട്ടേജ് ആൻഡ് ദി ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻ എ കോമൺ എമിറ്റർ ആംപ്ലിഫയർ ഈസ് കോൾഡ് ഫേസ് റിവേഴ്സൽ. അപ്പോൾ ഇതിനെയാണ് ഫേസ് റിവേഴ്സൽ എന്ന് വിളിക്കുക. അപ്പോൾ നമ്മളുടെ കോമൺ എമിറ്റർ ആംപ്ലിഫയറിലാണ് ഇത് സംഭവിക്കുന്നത്, വേറെ ഒരു സാധനത്തിൽ ഇത് സംഭവിക്കണം എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക. ഇതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ആംപ്ലിഫയേഴ്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഓസിലേറ്റേഴ്സ് എന്ന് പറയുന്ന സാധനങ്ങൾ ഉണ്ടാക്കാനും ഉപയോഗിക്കാറുണ്ട്. ഓസിലേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സിഗ്നലുകൾ ഉണ്ടാക്കാനും വേണ്ടിയിട്ടുള്ള ഏത് ഫ്രീക്വൻസിയിലുള്ള സിഗ്നലിനെയും ജനറേറ്റ് ചെയ്യാനുള്ള ഒരു സർക്യൂട്ടാണ് ഓസിലേറ്റർ. ഇതെല്ലാം നമ്മൾ പിന്നീട് ഒരു വീഡിയോയിൽ നമ്മൾ കാണും. അപ്പോൾ ഇതാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്ന ടോപ്പിക്ക്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലാകാത്തവർ നമ്മളുടെ കമന്റ് സെക്ഷനിൽ കമന്റ് ആയിട്ട് ഇടുക, ഞാൻ അതെല്ലാം ആൻസർ ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റായിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് നോട്ടിഫൈ ചെയ്ത് കാണിക്കാവുന്നതാണ്. ഇതിന്റെ ഭാഗമായിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് അത് ഞാൻ നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് ഒരു ലിങ്ക് ഉണ്ട്, അതിനകത്ത് ക്വസ്റ്റ്യൻ ബാങ്ക് ആണുള്ളത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ബാങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് നോക്കാം, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പരീക്ഷ ഓറിയന്റഡ് ആയിട്ട് പഠിക്കാനും സാധിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു. നമുക്ക് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.